ഇന്ന് നമുക്ക് ഇവിടുത്തെ ഒരു പരിപാടി അറ്റൻഡ് ചെയ്യാൻ പോയാലോ? പരിപാടി എന്ന് പറയുമ്പം ഇവിടെ ഒരു സ്പേസ് നമുക്കൊരു ഏരിയ നമുക്ക് തുറന്നു തരുന്നുണ്ട്. അതിൻ്റെ ഉദ്ഘാടനമാണ് കേട്ടോ. കുറേ മാസങ്ങളായിട്ടുള്ള ഇവിടുത്തെ പയ്യന്മാരുടെ കഷ്ടപ്പാടാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ എന്ത് സാധനങ്ങളും അവർ കഷ്ടപ്പെട്ട് മാസങ്ങളോളം നിന്ന് പണിഞ്ഞിട്ടാണ് നമ്മൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് അത് തുറന്നു തരുന്നത്. അതായത് കണ്ടോ, വെള്ളമൊക്കെ ഇവിടെ ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുണ്ട്. ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കിണകത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പിള്ളേരൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പം ഈ ഭയങ്കര ചൂടല്ലേ, അപ്പോൾ അതിനായിട്ടായിരിക്കും അവർ വെച്ചേക്കുന്നത്. ഇപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുപാട് നാളിന് ശേഷമാണ് വെയിലില്ലാത്തൊരു ദിവസം, ഭയങ്കര ചൂടാണ്. അപ്പോൾ തകർത്ത് മഴ പെയ്യാൻ പോകുക അറിയാതാണ് ഞങ്ങൾ കെട്ടിയിറങ്ങി പോകുന്നത്. അപ്പോൾ നമുക്ക് ഡ്രസ് കോഡൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡ്രസ് കോഡ് ഒന്നുകിൽ സൽവാർ അല്ലെങ്കിൽ സാരി എന്നായിരുന്നു ഡ്രസ് കോഡ്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഞാൻ സൽവാറായിട്ടത്, എനിക്ക് സാരി ഒന്നും കൊടുക്കാനുള്ള സമയമേ ഉണ്ടായിരുന്നില്ല. അതായത് നമ്മുടെ പുതിയ നെയ്ബറാണ്, നമ്മുടെ തൊട്ടപ്പുറത്ത് സ്നേഹ നേരത്തെ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സിൽ പുതിയ ആൾക്കാരാണ് കേട്ടോ. അവർ മഹാരാഷ്ട്രക്കാരാണേ. അങ്ങനെ ഞങ്ങൾ കാട്ടിനുള്ളിൽ കൂടെ പോവാണ്. ഇവിടെ നമ്മുടെ യൂണിറ്റിൽ തന്നെ കാട്ടിനുള്ളിൽ കൂടെ നമ്മൾ പോവാണ് കേട്ടോ. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഇവിടുത്തെ നമ്മുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് സോൺ എന്നൊക്കെ പറയാം. നമുക്കിവിടെ ബോട്ടിങ് ചെയ്യാം, പിള്ളേർക്ക് കളിക്കാനുള്ള ഏരിയ ഉണ്ട്. അങ്ങനെ പട്ടാൾക്കാർ തന്നെ ഉണ്ടാക്കിയ ഒരു ഏരിയയാണ്. ഈ കാണുന്ന പുല്ലൊക്കെ അവർ വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ. അവർ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് പെട്ടെന്ന് ഈ പറയുന്ന പോലെ ഒരു മൊത്തത്തിലുള്ള കാട് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. പിന്നെ ചെടികളും ഒക്കെ അവർ നട്ടുപിടിപ്പിച്ചതാണ് കുറേയൊക്കെ. ബാക്കി എന്ന് പറയുന്നത് ഈ ഗെയിമിംഗ് സോൺ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുറേയൊക്കെ പണി നടക്കുന്നൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഉദ്ഘാടനമായിട്ടൊരു ഫസ്റ്റ് ഡേ ആണിത്. ഇനി നമുക്ക് എന്ന് വേണമെങ്കിലും വരാം അങ്ങനെ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇതാണ് നമ്മുടെ നെയ്ബർ, പുതിയ നെയ്ബർ. അത് കഴിഞ്ഞ് പിന്നെ ഭയങ്കര മഴയാണ് വരാൻ പോകുന്നത്. നമ്മളിതൊന്നും അറിയാതാണ് അവിടെ നിൽക്കുന്നത്. പക്ഷേ ക്ലൈമറ്റ് കണ്ടപ്പോൾ അറിയാം എന്തായാലും പെയ്യുമെന്ന്. പക്ഷേ അത്രത്തോളം മഴ പെയ്യും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചില്ല. കാരണം ഇവിടെ അങ്ങനെ മഴയൊന്നും പെയ്യാറില്ല നമ്മുടെ നാട്ടിലെ പോലെ. നമ്മുടെ നാട്ടിലാണെങ്കിൽ എപ്പോഴും ഈ സമയത്തൊക്കെ മഴയല്ലേ. ഇവിടെ ഇപ്പം ഈ വർഷത്തിൽ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ഏറ്റവും വലിയ മഴ എന്ന് പറഞ്ഞാൽ. എന്താ, ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നിന്ന് പെയ്യുന്നതാണ് ഇവിടെ ഒരു വലിയ മഴ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്നൊരു മഴക്കാറും ഇടിയും മിന്നലും ഒക്കെ വന്ന് നമ്മൾ അവിടെ നിന്നപ്പോൾ, അതോ നമ്മളെ തുറസായ സ്ഥലത്തല്ലേ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വൈകുകയാണെങ്കിൽ ബോട്ടിങ്ങിനൊക്കെ പോകുന്ന വലിയ സന്തോഷത്തിലൊക്കെ വന്നതാണ് കേട്ടോ. പക്ഷേ എന്താ ചെയ്യാൻ, വിച്ചു വന്നില്ല. വിച്ചുവിന് ഇന്ന് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് വിച്ചുവിന് വരാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേറൊരു ദിവസം നമുക്ക് ഇതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അവളെ ഒന്ന് സമാധാനിപ്പിച്ചു. അതെന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണല്ലേ അവർ ആ ഒരു ഏരിയ സെറ്റ് ചെയ്തേക്കുന്നത്. ഈ പുല്ല് വെച്ചതെല്ലാം അവരാണ് കേട്ടോ. കുറേ മാസമായിട്ടുള്ള അവരുടെ കഷ്ടപ്പാടാണ്. അങ്ങനെ നമ്മൾ ഇവിടെ വരിക, കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക, എൻജോയ് ചെയ്യുക, അതാണ് നമ്മൾ ഫാമിലി ചെയ്യുന്നത്. നമ്മുടെ ഫാമിലിക്ക് വേണ്ടി, അതായത് ഓരോ പട്ടാളക്കാരൻ്റെയും ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സ്പേസും ഒക്കെ അവരുണ്ടാക്കുന്നതല്ലേ. അതിന് നമ്മൾ എപ്പോഴും കടപ്പെട്ടിരിക്കും കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് പ്രോഗ്രാംസിന് പോകും, അതിന് ബാക്കിലുള്ളവരുടെ കഷ്ടപ്പാട് നമ്മൾ അറിയുന്നില്ല. ഒരുപാട് പയ്യന്മാർ അവിടെ നിന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഫുഡ് സെർവ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ പോയി കഴിയുമ്പോൾ അവിടെ വൃത്തിയാക്കാനൊക്കെ വെളുപ്പം കാലത്തെ അവരവിടെ നിൽക്കുന്നത്. നല്ല അട്ടാറ് മഴ പെയ്തു, അത് ആകാശം കണ്ടില്ലേ കറുത്തിരുണ്ട് അങ്ങനെ ഇരിക്കുന്നത്. അതിൻ്റെ കൂടെ മിന്നലും ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ ഫോൺ എടുത്ത് ബാഗിൽ വെച്ചു. ഇനി എനിക്ക് അത്ര റിസ്ക് എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഒന്നാമത് ഇടിയും മഴ ഭയങ്കര പേടിയാണ് കേട്ടോ. അങ്ങനെ അടുത്ത ഒഫീഷ്യൽ ഫംഗ്ഷൻസ് ഒക്കെ കഴിഞ്ഞു. ഇവർക്ക് ഇടിയും മഴയൊന്നും വലിയ കാര്യമല്ലല്ലോ, പട്ടാൾക്കാർക്ക് എന്ത് ഇടിയും മഴ അല്ലേ. പക്ഷേ ഞങ്ങളൊക്കെ അവിടെ സേഫായിട്ട് നിൽക്കുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകാൻ. അപ്പോഴത്തേക്ക് എൻ്റെ ഫോൺ ചത്തു. ഞാൻ ചാർജ് ചെയ്യത്തേ ഇല്ല എൻ്റെ ഫോൺ, എനിക്ക് എപ്പോഴും പറ്റുന്നത്. അപ്പോൾ ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.